തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് 13-കാരി തസ്മിത്ത് തംസിനെ കാണാതായി 31 മണിക്കൂർ പിന്നിടുമ്പോൾ പോലീസിന് നിർണായക വിവരങ്ങൾ. നാഗർകോവിൽ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിൽ പെൺകുട്ടി ഇറങ്ങുന്നതും തിരികെ ട്രെയിനിൽ കയറുന്നതുമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തസ്മിത്ത് ചെന്നൈയിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇന്നലെ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലാണ് പെൺകുട്ടി വൈകിട്ട് 4 മണിയോടെ കന്യാകുമാരിയിലെത്തിയത്. ഇതേ ട്രെയിൻ 5:50 കന്യാകുമാരി എക്സ്പ്രസായി ചെന്നൈ എഗ്മോറിലേക്ക് പോകും. ഈ ട്രെയിനിൽ തന്നെ പെൺകുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് കരുതുന്നത്. കേരള പോലീസ് അന്വേഷണത്തിന് ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ 31 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് തസ്മിത്തിനെ കാണാതായിട്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? എന്താണ് കേരള പോലീസും ഒപ്പം തമിഴ്നാട് പോലീസും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിവരം? ഇന്ന് രാവിലെ 7:15 കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഉച്ചവരെ നമുക്ക് കാര്യമായ ഒരു ലീഡ് ഇല്ലായിരുന്നു. മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന്റെ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ വൈകിയ വേളയിൽ ഇന്ന് 5 മണിയോടുകൂടി പോലീസിനെ സംബന്ധിച്ച് വളരെ വൈറ്റലായിട്ടുള്ള മറ്റൊരു വിവരം കിട്ടുന്നു. അതായത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ പെൺകുട്ടി കയറി വന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്, ആ എക്സ്പ്രസിൽ ആ പെൺകുട്ടി കന്യാകുമാരി വരെ എത്തിയിരുന്നു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ശേഷം ഈ ട്രെയിൻ ഇവിടെ നിന്ന് മടങ്ങുന്നത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ടാണ്. ആ ട്രെയിനിൽ കയറി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ആദ്യ ദൃശ്യങ്ങളായിരുന്നു ഇതിലേക്ക് എത്താൻ നിർണായകമായിട്ടുള്ളത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അവസാനഘട്ട ക്രോസ് ചെക്കിംഗ് നടത്തി വരികയാണ് ഈ CCTV റൂമിൽ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV റൂമിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, ഈ വിവരം ഇതിനോടകം തന്നെ കേരള പോലീസ് ചെന്നൈ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഈ ചെന്നൈ പോലീസും RPFും ചേർന്നുകൊണ്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ഈ ചെന്നൈ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്, അപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക അത് വലിയ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ രീതി ഇതിനോടകം തന്നെ തുടർന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊരു സംഘം അവർ ഇതിനോടകം തന്നെ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയെന്നും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ശേഷം അതേ ട്രെയിനിൽ, അതായത് ഈ ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ നിർത്തി അടുത്ത സർവീസ് തുടങ്ങാൻ ആരംഭിക്കും മുൻപ് അവിടെ ഈ ശുചീകരണ തൊഴിലാളികൾ, ട്രെയിനിലെ ശുചീകരണ തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തികൾ നടത്തും. ഈ പെൺകുട്ടി ആദ്യം വന്ന് വെള്ളം കുടിക്കാനോ മറ്റോ ഇവിടേക്ക് ഇറങ്ങി ശുചീകരണ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ പെൺകുട്ടി വീണ്ടും നിർത്തിയിട്ടിരുന്ന ട്രെയിനിലേക്ക് കയറുന്നു, വീണ്ടും ഇറങ്ങുന്നു, വീണ്ടും ഈ ട്രെയിൻ തിരികെ ഇവിടെ നിന്ന് എടുക്കുന്ന ആ സമയം, അതായത് 3:30 ഇവിടേക്ക് എത്തുന്ന ട്രെയിൻ പിന്നീട് ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് 5:45 കൂടിയാണ്. അതേ 5:45 സമയം, ആ 5:45 സമയത്ത് ഈ പെൺകുട്ടി ആ ട്രെയിനിൽ കയറി അങ്ങോട്ടേക്ക് മടങ്ങി ഈ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്ന കാര്യം. ഏതായാലും അത് വളരെ വൈറ്റലായിട്ടൊരു ഇൻഫർമേഷനാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി, പ്രത്യേകിച്ച് പാറശാലയ്ക്ക് ഇപ്പുറത്തേക്ക് കന്യാകുമാരി വരെയുള്ള ഇരണിയൽ, കുളച്ചിലടക്കമുള്ള സ്ഥലങ്ങൾ, മാത്രമല്ല ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പരിശോധന നടത്താൻ നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നു. ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് ലഭിച്ച ഒരു വിവരമുണ്ട്, ഒരു CCTV ദൃശ്യമുണ്ട്. ആ CCTV ദൃശ്യം ഈ പെൺകുട്ടി അവിടെ വെള്ളമെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. ആ CCTV ദൃശ്യവും ഈ അന്വേഷണത്തിൽ നിർണായകമായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി നമ്മളെ സംബന്ധിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിലൊന്ന്, ചെന്നൈ പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ പെൺകുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക. രണ്ടാമത്തെ കാര്യം, ചെന്നൈയിൽ നിന്ന് ഇത്ര സമയമായി, ഇന്നലെ 5:45 എടുത്ത ട്രെയിൻ ആണെങ്കിലും ട്രെയിനിന്റെ റണ്ണിംഗ് ടൈം 12 മണിക്കൂറിൽ താഴെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 12 മണിക്കൂറിന് ശേഷം ഈ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമായും അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിൽ ഈ പെൺകുട്ടി എത്തി, ഇനി അവശേഷിച്ച മണിക്കൂറിൽ പെൺകുട്ടി മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? ചെന്നൈ ഒരു വലിയ പട്ടണമാണ്, തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മറ്റെങ്ങോട്ടേക്കെങ്കിലും പോയിട്ടുണ്ടോ? ചെന്നൈയിൽ നിന്ന് നിരവധി ട്രെയിനുകളുണ്ട്, അത് നോർത്തിലേക്കടക്കം ഡെയിലി സർവീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ 2-3 ദിവസത്തേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളുണ്ട്. അതിലേതെങ്കിലും ട്രെയിനിൽ കുട്ടി കയറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും വലിയ നിർണായകമായ ഒരു കാര്യമായി മാറും. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് പോലീസിന് വൈറ്റൽ ക്ലൂ ഈ സമയത്ത് കിട്ടിയിരിക്കുന്നു, അവസാന നിമിഷം കിട്ടിയിരിക്കുന്നു. അത് ഈ മണിക്കൂറുകളെടുത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് 8:50 തൊട്ടാണ് CCTV പരിശോധന അത് കേരള പോലീസ് ആരംഭിക്കുന്നത്. ആ CCTV പരിശോധനയിലാണ് പോലീസിന് ഇങ്ങനൊരു വിവരം കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ചില CCTVകൾ പണിമുടക്കിയെങ്കിൽ കൂടി വളരെ നിർണായകമായ വിവരം ഉള്ള CCTV അത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കത് അതിൽ നിന്ന് അവർക്കൊരു ഡേറ്റ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ ഈ കുട്ടി എവിടെയെന്നുള്ള തിരച്ചിലിൽ വളരെ വൈറ്റലായി മാറുന്നൊരു ഡേറ്റയായി ഇപ്പോൾ തീർന്നിട്ടുമുണ്ട്. ഏതായാലും അതിന്റെ അവസാനഘട്ട CCTV പരിശോധന നടക്കുന്നുണ്ട്. ഇനിയും കുറച്ചധികം CCTV ദൃശ്യങ്ങൾ എടുക്കണം. വീണ്ടും ഈ ട്രെയിൻ പോകുന്ന സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പരിശോധന അത് നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് ആദ്യഘട്ടം ചെന്നൈയിൽ പരിശോധന നടത്തുക, ചെന്നൈയിൽ അന്വേഷണം നടത്തുക, അതിനുശേഷം മാത്രം വീണ്ടും മറ്റ് സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി. നമുക്കറിയാം, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ, അദ്ദേഹത്തിന് ഈ തമിഴ്നാട് കേഡറിൽ ജോലി ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥരോട്,
തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ ഇതിനോടൊപ്പം തന്നെ വിവരം കൈമാറിയിട്ടുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ടീം ഉടൻ എത്തും. അതിനുശേഷം അവർ അവിടെ പരിശോധന നടത്തും. അതിനു മുൻപ് തന്നെ RPF-ഉം ചെന്നൈ പോലീസും തമിഴ്നാട് പോലീസും ക്യൂ ബ്രാഞ്ച് അടക്കമുള്ള സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് അവിടെ പരിശോധന നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഈ പെൺകുട്ടി സഞ്ചരിച്ച സഞ്ചാരപാത കന്യാകുമാരിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയി, കന്യാകുമാരി ഒരു ഡെഡ് എൻഡ് ആണ്. അവിടെ നിന്ന് പിന്നെ ട്രെയിൻ സർവീസ് ഇല്ല, പിന്നെ മടങ്ങിയാണ് ട്രെയിൻ സർവീസ് ഉള്ളത്, തിരികെ പോവുകയാണ്. അങ്ങനെ തിരികെ പോയ ട്രെയിൻ അത് നാഗർകോവിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ട്രെയിനാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ട്രെയിനിൽ കുട്ടി തിരികെ മടങ്ങി. അത് ഇങ്ങോട്ടേക്ക് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആയി വന്ന ട്രെയിൻ 3:30 ഇന്നലെ വൈകിട്ട് 3:30 എത്തിയ ട്രെയിൻ 5:45 ഇവിടുന്ന് പുറപ്പെടുന്നത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ടാണ്. ആ എഗ്മോർ എക്സ്പ്രസ്സിൽ കുട്ടി കയറിപ്പോയി. കുട്ടി ഈ റെയിൽവേ പ്ലാറ്റ്ഫോം വിട്ട് മറ്റെവിടേക്കും വന്നിട്ടില്ല. ട്രെയിനിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുന്നു, ആ ഭാഗത്ത് മാത്രം നിൽക്കുന്നു. അവിടെ നിന്ന് ഏറ്റവും നിർണായകമായിരിക്കുന്നത് CCTV ദൃശ്യങ്ങളാണ്. ഈ കന്യാകുമാരിയിൽ നിന്ന് അല്ലെങ്കിൽ നാഗർകോവിലിൽ നിന്ന് ഈ കുട്ടി ചെന്നൈ വരെ എത്തുന്നതിനിടയിൽ നിരവധി സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനുകളിലെയൊക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമല്ലേ? എന്താണ് ഇതിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുന്നത്? സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ വഴിമധ്യേയുള്ള യാത്രാമധ്യേയുള്ള നിരവധി സ്റ്റേഷനുകളുണ്ട്. ഏതാണ്ട് 12 മണിക്കൂറിൽ താഴെയാണ് ട്രെയിനിന്റെ റണ്ണിംഗ് ടൈം. അപ്പോൾ നിരവധി സ്റ്റേഷനുകൾ ചെന്നൈ വരെ എത്തുന്നതിനിടയിലുണ്ട്. അവിടെയൊക്കെ ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടാകാം അതിന് സാധ്യത നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ പോലീസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കന്യാകുമാരിയിലേക്ക് എത്തുക, കന്യാകുമാരിയിൽ നിന്ന് ഈ ശുചീകരണ തൊഴിലാളികളുടെ കണ്ണുവെട്ടിച്ച് വീണ്ടും അതേ ട്രെയിനിൽ കയറി പോവുക എന്നൊക്കെ പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് കുട്ടി മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ചെന്നൈ അങ്ങനെ വല്ല ഓപ്റ്റ് ചെയ്തു. പക്ഷേ ഈ സഹോദരന് ഈ വിവരമില്ലെങ്കിലും സഹോദരൻ അവിടെ ഉണ്ട് എന്നൊക്കെ കണ്ട് സഹോദരനെ കാണാനോ വല്ലതും പോയതാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അസംഷൻസ്, പലതരത്തിലുള്ള സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചു നമുക്കിപ്പോൾ ഒന്നും സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ ഒരു ഹോപ്പ്, അതായത് ഹോപ്പ് ഓഫ് ദ അവർ എന്ന രീതിയിൽ പോലീസ് കരുതുന്ന, പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ചെന്നൈ ഒരു വലിയ സ്റ്റേഷനാണ്, അവിടുത്തെ CCTV പരിശോധിക്കുക. ഇപ്പോൾ കന്യാകുമാരി സ്റ്റേഷനിലെ CCTV പരിശോധിച്ചാലേ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി നമ്മൾ കണ്ടതാണ്. കേരള പോലീസിൽ നിന്നുള്ള 5 പേരടങ്ങുന്ന സംഘം അവർ രാവിലെ 9:45, 10 മണി 9:30 സമയത്താണ് അവർ ഈ CCTV മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ചുരുങ്ങുന്നത്. അപ്പോൾ അവിടേക്ക് എത്തി അവർ ഇത്ര സമയമെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ മാത്രമാണ് ഈ CCTV ദൃശ്യത്തിൽ കുട്ടി ഇവിടെ എത്തി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അവിടെ നിന്ന് അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറി മടങ്ങി എന്നുള്ള വിവരം കിട്ടുന്നത്. ഏതായാലും അത് നിർണായകമാണ് പോലീസിനെ സംബന്ധിച്ചിട്ട്. കാരണം ഈ CCTV പരിശോധിക്കുക എന്നുള്ളത് സമയമെടുക്കുമെങ്കിലും പോലീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഹോപ്പ് അത് ഈ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. അപ്പോൾ ചെന്നൈയിൽ RPF ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായത്തോടു കൂടി ഇതിനോടകം തന്നെ ഒരു അന്വേഷണം, ഒരു ആദ്യഘട്ട അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഡേറ്റാബേസ് റെയിൽവേ സൗത്ത് റെയിൽവേയുടെ ഡേറ്റാബേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പരിശോധനയുമായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ അതിപ്പോൾ നമ്മൾ ഈ കേരള പോലീസ് സംഘത്തിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണത്. അവരടക്കം ഈ CCTV റൂമിൽ ഉണ്ടായിരുന്നു. അവരടക്കം ഈ വിവരങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാകെ അവർ പരതുകയായിരുന്നു. അവിടെ നിന്നാണ് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ക്ലൂ പോലീസിനെ സംബന്ധിച്ച് ലഭിക്കുന്നത്. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സ്റ്റേഷനിലേക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹോപ്പ് ഓഫ് ദ അവർ എന്ന രീതിയിൽ പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു കാര്യം ചെന്നൈയിലേക്ക് അന്വേഷണം നടത്തുക, ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ അന്വേഷണമാണിത്. ചെന്നൈ പോലെ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കുട്ടി എത്തിയിരിക്കുന്നതെങ്കിൽ എങ്ങോട്ട് പോയിരിക്കാം എന്നുള്ളത് കണ്ടെത്താൻ ഒരുപാട് സമയമെടുക്കും. കാരണം ചെന്നൈ ഒരു വലിയ നഗരമാണ്. അതല്ല മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടി ഇതിനോടകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോയിട്ടുണ്ടാകും എന്നുള്ളതും കണ്ടെത്തണം. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ് പോലീസ്. എന്തായാലും അന്വേഷണം ഇപ്പോൾ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.